എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്ദുമോളെ ഒരുപാട് ഇഷ്ടമാണ് നയനയ്ക്കും ദേവേനയ്ക്കും എന്നൊക്കെ നയന പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കിരൺ ചോദിക്കുന്നുണ്ട്, എനിക്കിനി ഇത് തെളിയിക്കാൻ പോകണോടാ, നിങ്ങളുടെ കൂടെ അവളങ്ങ് വളർന്നോളിയല്ലേ എന്ന് ചോദിക്കുമ്പം ആദർശ് പറയുന്നുണ്ട്, അങ്ങനെയല്ലടാ, ഈ കാര്യം തെളിയിക്കണം. അനഘയെ ആരാണ് ചതിച്ചതെന്നും എന്നിട്ട് ആ പഴി മൊത്തം എൻ്റെ തലയിൽ എന്തിനാണ് അവൻ കൊണ്ടിട്ടത് എന്നും അറിയണ്ടേ, അതറിഞ്ഞാലേ എനിക്കൊരു സമാധാനം ആകുള്ളൂ എന്ന് പറയുമ്പം നയനയും പറയുന്നുണ്ട്, അതാരാണ് എന്ന് കണ്ടുപിടിക്കണം കിരണേട്ടാന്ന്. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടാണ് അവരവിടുന്ന് പിരിയുന്നത്. ഏതായാലും അതിനുശേഷം ആദർശം നയനയുടെ വീട്ടിലോട്ട് വരുന്നു. പിന്നെ ആദർശന് ഇത്തിരി ആശ്വാസമായി കേട്ടോ. കാരണം കാര്യങ്ങളെല്ലാം നയനോട് തുറന്നു പറഞ്ഞല്ലോ. അവർ കയറി വരുമ്പോൾ അവിടെ ഇരുന്ന് ചന്തുമോൾ കളിക്കുന്ന കാണുന്നുണ്ട്. നയന അടുത്ത് പോയി മോളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മോളിങ്ങനെ പേടിച്ച് നോക്കുവാണ് ആദർശിൻ്റെ മുഖത്തേക്ക്. അന്നേരം നയന പറയും, മോള് പേടിക്കുകയൊന്നും വേണ്ട, പുറമേ കാണുന്ന ഈ ഗൗരവം മാത്രമേ ഉള്ളൂ, ആളൊരു പാവം ആട്ടോ എന്ന് പറയും. എന്നിട്ട് മോളെ ഒന്ന് എടുക്കുക ആദർശേട്ടാ എന്ന് പറയുമ്പം, അതെ എടുക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു, കുറച്ച് കഴിയുമ്പം കെട്ടിക്കാറാവും, അതുകൊണ്ട് എന്നെ കൊണ്ടങ്ങ് എടുക്കാൻ പറ്റില്ല എന്ന് ദേഷ്യത്തോട് പറയുവാണ്. ആദർശിന് ആ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ദേഷ്യം തന്നെയാണ് എപ്പോഴും. അന്നേക്കുമാണ് അങ്ങോട്ടേക്ക് അഭി വരുന്നത്. അന്നേരം അഭി, എന്തിനായിട്ടാ മോളെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്, മോളെ ഒന്ന് എടുക്കുകയോ കളിപ്പിക്കുകയോ ഒക്കെ ചെയ്യാൻ മേലെന്ന് ചോദിക്കുമ്പോൾ, ഓ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നീ അങ്ങെടുത്ത് തോളത്ത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ആദർശ് അകത്തേക്ക് പോയി കഴിയുന്നെങ്കിൽ അഭി മോളോട് ചോദിക്കുകയാണ്, അഭിയുടെ കൂടെ പുറത്തേക്ക് പോകുന്നുണ്ടോ എന്ന്. അന്നേരം മോള് പോകുന്നുണ്ടോ പറ എന്ന് നയനയും പറയും. അന്നേരം ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അന്നേരം അഭി പറയുന്നുണ്ട്, മോൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ട, മോൾക്ക് പുറത്ത് പോയിട്ട് വരുമ്പം കളിപ്പാട്ടമൊക്കെ മേടിച്ചുകൊണ്ട് വരാട്ടോ ഞാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. അന്നേരം അഭിയുടെ ആ പറച്ചിലും പോക്കുമൊക്കെ കാണുമ്പം നയന മനസ്സിലോർക്കുന്നുണ്ട്, ഇവൻ്റെ പോക്കിൽ എന്തോ പന്തികേടുണ്ടല്ലോ, ഇവനാണോ ഇനി ശരിക്കും പ്രതിയെന്ന്. ഏതായാലും അഭി അങ്ങ് പോകുമ്പം മോളെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് ചോദിക്കുവാണ് നയന, മോളെ വീട്ടിൽ അമ്മയുടെ കൂടെയുള്ള സമയത്ത് അമ്മ ആദർശെന്നോ അഭിയെന്നോ അങ്ങനെ എന്തെങ്കിലും പേര് പറയാറുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല എന്ന് പറയും. അങ്ങനെ വേറെ ആരുടെയും പേര് പറഞ്ഞ് മോള് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും ഇല്ല എന്നാണ് പറയണേ. അന്നേരം എന്നെ ചോദിച്ചാൽ ഇല്ല ഇല്ല എന്ന് പറയുള്ളൂടി കള്ളിപ്പെണ്ണെ എന്ന് വെച്ച് നയന കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. അന്നേരം ഇത് അഭി കേൾക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഏതായാലും അവിടുന്ന് പോരുന്ന ആദർശൻ നയനയുടെ മുത്തശ്ശനെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശനോട് പറയും മുത്തശ്ശൻ ഇപ്പോൾ എൻ്റെ ടെൻഷനൊക്കെ മാറി, ഞാൻ എല്ലാ കാര്യങ്ങളും നയനയോട് തുറന്നു പറഞ്ഞു എന്ന് പറയും. അന്നേരം നയന മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശൻ ഒരു തെറ്റ് ചെയ്തു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശി വിശ്വസിക്കില്ലല്ലോ, അതുപോലെ തന്നെയാണ് ഞാൻ. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആദ്യമേ എന്നോട് തുറന്നു പറയായിരുന്നു, നിങ്ങൾ പറഞ്ഞില്ല, അതിൻ്റെ ഒരു പരിഭവം എനിക്കുണ്ട് എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇത് ഒരു പെൺകുട്ടിയും സഹിക്കുന്ന ഒരു കാര്യമല്ല, ഇത് കേട്ട് കഴിയുമ്പോൾ മോൾ എങ്ങനെ എടുക്കും എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറയാതിരുന്നത് എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ആദർശേട്ടനെ പൂർണ്ണമായിട്ടും വിശ്വാസമാണ് എന്ന്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, മോള് നല്ല രീതിയിൽ പക്വതയുള്ള ഒരു പെൺകുട്ടി ചിന്തിക്കുന്ന പോലെ തന്നെയാണ് ചിന്തിച്ചത്, അതുകൊണ്ടാണ് ഈ കുടുംബത്തിൻ്റെ താക്കോല് ഞാൻ മോളുടെ കയ്യിലേക്ക് തന്നത് എന്ന് മുത്തശ്ശൻ പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, എനിക്ക് ആകെ ടെൻഷനും വിഷമവും ഒക്കെ ആയിരുന്നു, ഇപ്പോൾ അതിനൊരു ചെറിയൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. അതിന് കാരണം ഈ പ്രശ്നങ്ങൾക്ക് തന്നെയാണ്. കാരണം ഇതുപോലൊരു ആരോപണം വന്നു കഴിഞ്ഞാൽ ഒരു ആണും സഹിക്കുകയില്ല എന്നിങ്ങനെ പറയും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിപ്പോൾ എന്താണെന്ന് വെച്ചാലും ഇനിയിപ്പോൾ ചന്തുമോളെ ഈ കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്താനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, അവൾ ഇവിടുത്തെ ഒരു അംഗമായി തന്നെ വളർന്നു വരും, അതുകൊണ്ട് ഇനി ഇതിലെ സത്യാവസ്ഥ തെളിഞ്ഞാലും അവളെ ആരും വെറുക്കരുത് എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ആ മോളെ വിട്ടുകളയല, കാരണം അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് നയന അങ്ങോട്ട് പോവാട്ടോ. പോയി കഴിയുമ്പോഴേക്കും മുത്തശ്ശൻ ആദർശനോട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയ നീ ഭാഗ്യവാനാണ്, കാരണം ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭാര്യ ചെയ്യും എന്ന് സ്വപ്നത്തിൽ മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ, യാഥാർത്ഥ്യത്തിൽ നടക്കാൻ സാധ്യത കുറവാണ് എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അതിൻ്റെ നന്ദിയും സ്നേഹവും എനിക്ക് അവളോട് എന്നും ഉണ്ടാകുമെന്ന്. ഇത്രയും പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ട് പോകുന്നു. പിന്നെ കാണിക്കുന്ന ആദർശ് നയനയുടെ അനിയൻ്റെ അടുത്തോട്ട് ചെല്ലുന്നതാണ്. അനിയന്തോ കവിതയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. അന്നേരം എന്താണ് എഴുതുന്നത്, ഇപ്പോൾ പിന്നെ വിരഹവേദന ആയതുകൊണ്ട് ഒരുപാട് എഴുതാനുള്ള വിഷയങ്ങളുണ്ടല്ലോ അല്ലേ എന്നൊക്കെ പറയുമ്പം ദേഷ്യം വരുവാണ് അനിക്ക്. അന്നേരം അനി ചോദിക്കും, ഇപ്പോൾ ഏട്ടനും ഏട്ടത്തിക്കും എന്താ വേണ്ടേ എന്ന് ഇത്തിരി ദേഷ്യത്തോട് ചോദിക്കും. അന്നേരം അതിൻ്റെ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയും. അന്നേരം ആദർശ് കയ്യിലിരുന്ന ഒരു കവർ അനിക്ക് കൊടുക്കുക. എന്നിട്ട് പറയും, ഇതൊരു വാച്ചാണ്, നിനക്കൊരു ഗിഫ്റ്റ് മേടിച്ചതാന്ന് പറയുമ്പം അതിന് എൻ്റെ പിറന്നാളൊന്നും അല്ലല്ലോ, പിന്നെ നിനക്ക് ഗിഫ്റ്റ് മേടിച്ചതെന്ന് ചോദിക്കും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചില്ലേ, അതിന് വേണ്ടിയാണ്, അതിനൊരു പരിഹാരമായിട്ടാണ് എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, അങ്ങനെ പരിഹരിക്കാനാണെങ്കിൽ ഞാൻ എൻ്റെ കുറച്ച് സങ്കടങ്ങൾ ആദർശനോട് പറഞ്ഞായിരുന്നല്ലോ, അത് പരിഹരിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. അന്നേരം ആദർശ് അതിനെപ്പറ്റിയൊന്നും മിണ്ടുന്നില്ലേ. അതിന് പകരം ആദർശ് പിന്നീടും ചോദിക്കുവാണ്, നീ ഇപ്പോഴും നന്ദുവിനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുവാണോ, അവൾ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോയി അതിനുശേഷവും നീ അവളെ ശല്യം ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അനി തിരിച്ചു ചോദിക്കും, അതെന്തിനാ ഏട്ടൻ അറിയുന്നതെന്ന്. അന്നേരം നയന പറയുന്നുണ്ട്, ഇതാണ് കുഴപ്പം, അനിയോടും നന്ദുവിനോടും ഞാൻ
കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അവൾ എല്ലാ കാര്യങ്ങളും എന്നോട് സത്യമേ പറയാറുള്ളൂ. പക്ഷെ അനിയുടെ കാര്യത്തിൽ മാത്രം ആ ഒരു സത്യം പറയുന്ന രീതി അവൾക്കില്ല എന്നിങ്ങനെ പറയുക. അന്നേരം അനി പറയുന്നുണ്ട്, അങ്ങനെ അവളെ മാത്രം എന്തിനാ കുറ്റം പറയുന്നത്? ഞാൻ ഏട്ടനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിച്ചതാണ് അനാമികയുടെ. എന്നിട്ട് ഏട്ടൻ ഒരു തീരുമാനം എടുത്തോ? ഏട്ടത്തി അത് കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അന്നേരം ആദർശ് അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ ആ കൈയും കാണിച്ചതെന്ന് പറഞ്ഞ് കയ്യിൽ വാച്ച് കെട്ടി കൊടുക്കും. അന്നേരം നല്ല സൂപ്പറാണ്, ഇത് നിനക്ക് ചേരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവാട്ടോ. അന്നേരം പുറകെ നയനയും പോകാൻ തുടങ്ങുന്നെങ്കിൽ അനി തടഞ്ഞു നിർത്തും. എന്നിട്ട് ഏട്ടത്തീനെ ആ വീഡിയോസ് ഫോട്ടോസും ഏട്ടൻ കാണിച്ചായിരുന്നു എന്ന് ചോദിക്കും. അന്നേരം എനിക്കതൊന്നും കാണണ്ട, ഏതായാലും എന്ത് പ്രശ്നമാണെന്ന് പറഞ്ഞാലും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ നോക്കണം എന്ന് പറയുമ്പോൾ, ആ വീഡിയോസ് കണ്ടിട്ടും ഏട്ടത്തി ഇങ്ങനെ പറയുമോ എന്ന് അനിയെ എനിക്ക് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ആ വീഡിയോ കാണിക്കും കേട്ടോ. അന്നേരം നയനയുടെ മുഖം അങ്ങ് മങ്ങി പോകുന്നുണ്ട്. പക്ഷേ അനിയുടെ മുന്നിൽ അത് കാണിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അന്നേരം അനി ചോദിക്കും, ഇത് കണ്ടിട്ട് ഏട്ടത്തിക്ക് എന്താ തോന്നുന്നത്? ഇനി ഞാൻ ഇവളുടെ കൂടെ ജീവിക്കണോ എന്ന് ചോദിക്കുമ്പം നയന പറയുന്നുണ്ട്, അതിനെപ്പറ്റിയൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരിക്കലും നന്ദുവിൻ്റെ കൂടെ ജീവിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം ഞങ്ങൾ രണ്ടുപേര്, ഞാനും ചേച്ചിയും ഇവിടുത്തെ മരുമകളാണ്. അതിൻ്റെ കൂടെ ഇനി നന്ദുവും കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ശരിയാകുകയില്ല. അതിന് കുറ്റം കണ്ടുപിടിക്കാൻ ഒരുപാട് പേരുണ്ടാകും. പ്രത്യേകിച്ച് അനിയുടെ അമ്മ തന്നെ അതിനെ കുറ്റപ്പെടുത്തുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട അനി എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോകുമ്പോൾ ആകെ വിഷമാകുന്നുണ്ട് അനിക്ക്. പിന്നെ കാണിക്കുന്നത് നന്ദുവിൻ്റെ ട്രെയിനിങ് ക്യാമ്പാണ്. അവിടെ ട്രെയിനർ നന്ദുവിനെ നന്നായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട്. നന്ദുവിനെ മാത്രം മാറ്റി നിർത്തി പ്രത്യേകം എക്സസൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുവാണ്. എല്ലാം ഒരു 100 വെച്ച് ചെയ്യാനാണ് പറയുന്നത്, പുഷപ്പും വേറെ എക്സസൈസും കാര്യങ്ങളൊക്കെ. അപ്പം ശരിക്കും നന്ദു അങ്ങ് മടുത്തു പോകുന്നുണ്ട്. ആ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ, അത് വേണുവിന് അയച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പം ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന നന്ദുവിൻ്റെ കൂട്ടുകാരിക്ക് ഇഷ്ടപ്പെടുകയില്ല. അന്നേരം അത് മനസ്സിലാകുന്ന ട്രെയിനർ അടുത്ത് ചെന്നിട്ട് അവളോട് പറയുന്നുണ്ട്, നീ അവളുടെ റൂംമേറ്റ് അല്ലേ, അതുകൊണ്ട് നിനക്കിതൊക്കെ കാണുമ്പോൾ വല്ല ബുദ്ധിമുട്ടും തോന്നുന്നുണ്ടായിരിക്കും. അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുന്നവരെ ഞാൻ പരിഗണിക്കാറുണ്ട് എന്ന് പറഞ്ഞ് അവളോടും ഒരു 10 റൗണ്ട് ഓടിയിട്ട് വരാൻ പറയുവാണ്. എന്നിട്ട് വീണ്ടും നന്ദുവിന് വേറെ എക്സസൈസ് ചെയ്യാൻ കൊടുക്കുന്നു. നന്ദു ശരിക്കും മടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇത്തിരി റെസ്റ്റ് തരാമോ എന്ന്. അന്നേരം പറയും, ട്രെയിനറായിട്ട് ഇവിടെ വരുന്നവർക്ക് അങ്ങനെ റെസ്റ്റ് കൊടുക്കാറൊന്നുമില്ല, എങ്കിൽ പോലീസ് ആകുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെയും എക്സസൈസ് കൊടുക്കുകയാണ്. എന്നിട്ട് ആ വീഡിയോ ഒക്കെ എടുത്ത് വേണുവിന് അയച്ചു കൊടുക്കും. ഈ വീഡിയോ ഒക്കെ കാണുന്ന വേണുവിന് ഭയങ്കര സന്തോഷം. വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ച് കാണിക്കുന്നു, അനാമികയും കാണിച്ചു കൊടുക്കുന്നു. അന്നേരം അനാമിക പറയുന്നുണ്ട്, എനിക്ക് സന്തോഷമായി, ഞാൻ ഇനി ഇത് അവൻ അയച്ചു കൊടുക്കും എന്ന് പറയും. അന്നേരം വേണു പറയുന്നുണ്ട്, മോൾ അങ്ങനത്തെ പൊട്ടത്തരമൊന്നും കാണിച്ചേക്കരുത്. ഈ വീഡിയോ അവൻ അയച്ചു കൊടുത്ത് അവിടുത്തെ മുത്തച്ഛൻ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മധുസാറിന് വലിയ പ്രശ്നമാകും. അതുകൊണ്ട് അങ്ങനെയുള്ള പൊട്ടത്തരമൊന്നും കാണിച്ചേക്കരുത് എന്ന് പറയും. അന്നേരം രേവതി പറയുന്നുണ്ട്, അവളുടെ സ്വഭാവത്തിന് ഇങ്ങനെയൊക്കെ അവളെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവൾ അടി കൊടുക്കേണ്ടതാണല്ലോ എന്ന് പറയും. അന്നേരം അനാമിക പറയും, അങ്ങനെ എന്തെങ്കിലും അവൾ ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുമ്പം, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല, കാരണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ചീട്ട് കീറുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ അടിയങ്ങനും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളെ അന്നേരെ അവിടുന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോരും. എന്നിട്ട് വനിതാ പോലീസുകാർ കയറി അങ്ങ് മേയും. പിന്നെ അവൾ കോടതിയും ജയിലുമായിട്ട് നടക്കുമെന്നൊക്കെ അവൾക്കറിയാം. അതുകൊണ്ട് അവൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറയും. എന്നിട്ട് വേണു അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, ഏതായാലും അവളുടെ എല്ലാ ആത്മവിശ്വാസവും തല്ലിക്കെടുത്തി അവിടുന്ന് ചാടിക്കുന്ന കാര്യം മധുസാർ ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് നീ അതോർത്തൊന്നും പേടിക്കണ്ട എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാട്ടോ അനാമികയ്ക്ക്. പിന്നീട് ആദർശം ആകെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന കാണിക്കുന്നത്. അപ്പം നയന വന്നിട്ട് ചോദിക്കുക, എന്താ ആലോചിക്കുന്നത്? ചന്തുമോളെക്കുറിച്ചാണോ എന്ന് ചോദിക്കുമ്പോൾ, ചന്തുമോളെക്കുറിച്ചൊന്നുമില്ല, അനിയുടെ ജീവിതത്തെക്കുറിച്ചാണ്. ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ രണ്ടും തല്ലിപ്പിരിയും. അങ്ങനെ തല്ലിപ്പിരിയുന്നത് മുത്തശ്ശന് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് രണ്ടുപേരെ എങ്ങനെയെങ്കിലും ഉപദേശിച്ച് ഒരുമിച്ച് ആക്കണം എന്നൊക്കെ പറയുക. അന്നേരം നയന പറയുന്നുണ്ട്, അനി ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിച്ചായിരുന്നു, അവളിങ്ങനെ വഴുതിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ശരിയാകുകയില്ല എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, എനിക്ക് അവളെ ഉപദേശിക്കാൻ പറ്റില്ല, കാരണം അവൻ നന്ദുവിൻ്റെ പുറകെയാണ്, പിന്നെ എങ്ങനെ ഞാൻ അവളെ ഉപദേശിക്കുന്നത് എന്ന് കരുതി ഇങ്ങനെ ചീത്ത രീതിയിൽ നടക്കേണ്ട കാര്യമില്ല എന്ന് ആദർശ് പറയുന്നുണ്ട്. അന്നേരം നയന പറയും, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവളൊരു പൊട്ടിയാണ്, കാരണം അനിയെ നന്നായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അനിയുടെ മനസ്സ് പണ്ടേ മാറിയേനെ, അങ്ങനെയൊന്നും അവൾ ചെയ്യുകയില്ല എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് പ്രധാന പ്രതികൾ അവളുടെ അച്ഛനും അമ്മയാണ്, അവർക്ക് പൊങ്ങച്ചം പറഞ്ഞ് നടക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, ഈ പറയുന്ന സ്വത്തും കാര്യങ്ങളൊന്നും അവർക്കില്ല, അവരുടെ നാക്കുകൊണ്ട് പിടിച്ചു നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നയന പറയുന്നുണ്ട്, ശരിക്കും അവളെ പറഞ്ഞ് ഉപദേശിച്ച് നേരെയാക്കി രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് ആക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ നടക്കുമോ എന്നറിയില്ല എന്ന് പറയുമ്പം ആദർശ് പറയും, അവർ രണ്ടുപേരും തല്ലി പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുത്തച്ഛന് വിഷമാവും, അതാണ് ഏറ്റവും വലിയ സങ്കടം എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിച്ചിരിക്കുന്ന രണ്ടുപേരെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.